ലം തുഅബദ് ഫിൽ അർളി ഖത്ത് റസൂലുള്ളാഹി ഭൂമിയിൽ വെച്ച് ആരാധിക്കപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ ആരാധിക്കപ്പെട്ടിട്ടില്ല എന്നത് റസൂൽ നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ പദവിയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സിറാണ്. ഞാൻ മരണപ്പെട്ടൊരു വിധിയായിരുന്നു, ഞാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ മരണപ്പെട്ടൊരു വിധിയായിരുന്നു. എന്നെ അറിയപ്പെടണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം കൊണ്ട് എന്റെ ഉദ്ദേശം, എന്റെ മുറാദ് അൽ ഇൻസാൻ, സമ്പൂർണ്ണ മനുഷ്യപുരുഷനാകുന്ന ആ മനുഷ്യനാണ്. എന്റെ വാഹനവും അൽ ഇൻസാൻ, ആ മനുഷ്യനാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാണ് സമ്പൂർണ്ണ മനുഷ്യപുരുഷൻ. വമാ അൻഫുഹു വമാ ഐനുഹു വമാ യദുഹു വമാ ലിസാനുഹു ഇല്ലാ അനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി സൂറത്തുർ റബ്ബാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാൻ കഴിയും, കുന്തു സമഉൽ ലദീ യസ്മഉ ബിഹി, ഞാൻ അവൻ കേൾക്കുന്ന കാത് ഞാനാവും. വകുന്തു ബസറുൽ ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാവും. വകുന്തു റിജ്ലുൽ ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനാകുമെന്ന് അല്ലാഹു തആല പറയുന്നു. ഒരു അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവന്റെ കണ്ണാവും കയ്യാവും കാലാകുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ കണ്ണാകുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ കയ്യായി എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ കാലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ദാത്തിയായ തജല്ലി. അല്ലാഹു അവിടെ വെളിവായിട്ടുണ്ട്. ആ കണ്ണുകൊണ്ട് അല്ലാഹ് കാണുന്നതെല്ലാം അവർ കാണുമെന്ന്, അല്ലാഹ് കേൾക്കുന്നതെല്ലാം കേൾക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവരിലൂടെ കാണുമെന്ന്, അല്ലാഹു അവരിലൂടെ കേൾക്കുമെന്ന്. അതുകൊണ്ടാണ് ആദമിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചത്. അപ്പോൾ അല്ലാഹുവിന്റെ ദാത്തിയായ തജല്ലി വെളിവായി കഴിഞ്ഞാൽ അതല്ലാതെ മറ്റൊരു മാർഗ്ഗവും അവിടെയില്ല. ഞാൻ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്കത് വേണ്ട, ഞാൻ മാറ്റിയിരിക്കുന്നു. സംസാരം ശ്രദ്ധിക്കണം, അത് ദാത്തിന്റെ തജല്ലിയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹദ്റത്തിൽ നിന്നുള്ള സംസാരമാണ്. അപ്പൊ നിങ്ങൾ കളവാക്കുന്നത് അല്ലാഹുവിനെയാണ്, നിങ്ങൾ കളവാക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കുന്നവർക്ക് ഈ സംസാരം മനസ്സിലാക്കാൻ പ്രയാസമില്ല. അല്ലാഹു തൗഫീഖിനെ കുറിച്ച് പറഞ്ഞത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഖുർആനിൽ ആയ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് തൗഫീഖ് എന്ന വാക്ക് ഉച്ചരിച്ചത്. സൗഭാഗ്യം എന്ന വാക്ക് ഒരേ ഒരിടത്ത് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? അത് സൗഭാഗ്യമെന്നത് അത് അപൂർവം തന്നെയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടവണ്ണം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല എന്നെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ വിരുദ്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ അങ്ങയുടെ വിരുദ്ധമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെ പടച്ചെങ്കിലും അല്ലാഹുവിന്റെ ലക്ഷ്യം റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യമാണ്. ഇതിലേക്ക് കടന്നാൽ സംസാരം തീർക്കാനോ തുടങ്ങാനോ പോലും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവര്, അവിടുത്തെ പദവി ഒരാൾക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറമാണ്. അല്ലാഹു ജാനതാ ഹേ മുഹമ്മദ് കെ മർതബ, മുഹമ്മദ് കെ മർതബ, അല്ലാഹു ജാനതാ ഹേ മുഹമ്മദ് കെ മർതബ വ മുഹമ്മദ് കെ മർതബ. സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹിന്റെ മർത്തബ എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അല്ലാഹുവിന് മാത്രം അറിയുന്ന മർത്തബകളുണ്ട്. അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു? അല്ലാഹുവിനെ മാത്രം ഉൾക്കൊള്ളുന്ന അറിയുന്ന തലങ്ങളിൽ റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ ഈ കണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കേണ്ട ഒരു വിശ്വാസം പ്രപഞ്ചം 18,000 ഒരു അണു പോലും റസൂലിനെ അല്ലാതെ ചലിക്കുകയില്ല എന്ന് വിശ്വസിക്കണം. ആ മഖാമിലേക്ക് റസൂലുള്ളാഹിന്റെ ദാത്തിയായ തജല്ലിയിലേക്ക് ഫനായിപ്പോയ ഹഖീഖത്തുൽ മുഹമ്മദിയിൽ ലയിച്ചുപോയ മഹാനാണ് ശൈഖുനാ ഖുതുബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ ബദവി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് റസൂലിനെ കാണണോ ഉമ്മ? അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന് ആഗ്രഹമുള്ള ഉമ്മ ഇതാ എന്നെ നോക്കിക്കോളൂ എന്ന് ബഹുമാനമുള്ളവർ പറയുന്ന കാരണമതാ. ആ സംസാരം അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരമാണ്. എന്നെ വസന്തം പ്രൗഢയാകുന്നു എന്ന കാരണമതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പദവിയാണ് പറയുന്നത്. ശൈഖുനാന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് സംസാരിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു പോകും. അവിടുന്ന് സംസാരിച്ചത് മുഴുവൻ ഹഖാണ്. അത് അങ്ങനെ തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പദവികളാണ്. വളരെ തുച്ഛമായത് മാത്രമേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉൾക്കൊള്ളാൻ ഭാഗ്യത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.